അപ്പോൾ ഇതായിരുന്നു APJ അബ്ദുൽ കലാമിൻ്റെ വീട്. ഞങ്ങൾ ആക്ച്വലി രാമേശ്വരം എൻട്രി ചെയ്തപ്പോൾ 100 രൂപ എന്താ പറയുക ഒരു മുനിസിപ്പാലിറ്റി ഫീ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. ആക്ച്വലി ടെമ്പിളിൻ്റെ ചുറ്റും നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു. ഒട്ടും എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള കൈസ് വെച്ചിരിക്കുന്നത് മൊത്തം വൃത്തികേടാണ്. ഇവിടെ നിന്നൊരു ബോട്ട് സർവീസും ഉണ്ട്. ഓക്കെ, ഈ ബോട്ട് നിങ്ങളെ കുറച്ച് കടലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ കുറച്ച് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് ഗൈസ്. എന്താ പറയുക, എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രാമേശ്വരത്തിൻ്റെ ഇടവഴികളിലൂടെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പോവാണ്, ഇന്ന് ഞങ്ങൾ 2ാമത്തെ ദിവസമാണ് രാമേശ്വരത്ത്. അപ്പോൾ നിങ്ങൾ ആദ്യം പോവാണ് APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലേക്ക്. ഇവിടെ റോഡ് കുറച്ച് കൺജഷനാണ് ഗൈസ്. നിങ്ങൾ അടുത്തുള്ള ഹോട്ടലിൽ റൂം എടുത്ത് നടന്നു പോകുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഇതായിരുന്നു APJ അബ്ദുൽ കലാമിൻ്റെ വീട്. ചെറുതായിട്ട് ഡ്രിസ്ലിംഗ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ 3 ഫ്ലോർ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിൽ മിഷൻ ഓഫ് ലൈഫ് ഗാലറി, 2ാമത്തെ ഫ്ലോറിൽ കലാം ആർക്കേഡ് ആൻഡ് 3ാമത്തെ ഫ്ലോറിൽ ഹൗസ് ഓഫ് കലാം. അപ്പം നമുക്ക് അകത്തേക്ക് പോവാം. അഞ്ജലി, APJ അബ്ദുൽ കലാമിൻ്റെ വീട് വന്നു. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഹൗസ് ഓഫ് കലാം പോയിട്ട് തിരിച്ചിറങ്ങി. ആക്ച്വലി എന്താ പറയുക, ഫസ്റ്റ് ഫ്ലോറിലാണ് ആക്ച്വൽ വീട്. ഓക്കെ, അവിടെ അലൗഡ് ഇല്ല. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ അബ്ദുൽ കലാമിന് കിട്ടിയ എന്താ മെമെൻറ്റോസും പിന്നെ അവാർഡ്സും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്ത ബുക്സും പിന്നെ ലൈഫിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻസിൻ്റെ എല്ലാ ഒരു റിസംബ്ലൻസ് അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3rd ഫ്ലോറിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണ്. അവിടെ എന്താ പേൾസും ശംഖ് ഇതൊക്കെ വാങ്ങാൻ പറ്റും. അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. ടിക്കറ്റ് ഒന്നുമില്ല, ഈസി ആയിട്ട് അകത്ത് കയറാം. ഇവിടെ വന്നതിന് ശേഷം അറിയാൻ പറ്റും ഇതുപോലൊരു ചെറിയ സ്ഥലത്തു നിന്നും ഒരാൾക്ക് പ്രസിഡന്റ് ആവാൻ പറ്റും, ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാൻ പറ്റുമെന്ന്. അകത്ത് ഫോട്ടോയും വീഡിയോയും എടുക്കുക അലൗഡ് അല്ല ഗൈസ്. അപ്പോൾ ഞങ്ങളായിട്ട് റൂൾ തെറ്റിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി പോകാൻ പോവാണ് രാമതീർത്ഥം. എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഗൈസ്. അപ്പോൾ നിങ്ങളില്ലേ ഹോട്ടൽ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നോക്കി ചൂസ് ചെയ്യണം. എല്ലാ സ്പോട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഹോട്ടൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നടന്നു പോകാൻ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ വണ്ടിയും കൊണ്ട് പോകാൻ വലിയ പാടാണ്, കാരണം കുറച്ച് ട്രാഫിക് ജാം ആവും. ഇവിടെയാണ് ഗൈസ് രാമതീർത്ഥം. ഇവിടെ ഒരു ടെമ്പിളും ഉണ്ട്. ഇതുപോലെ ആയിരുന്നു ഗൈസ് പണ്ട് ഈ അമ്പലം. ബട്ട് ഇപ്പോൾ എന്താ റിനോവേറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി. അപ്പോൾ ഇതാണ് രാമർ തീർത്ഥം. ഇതിൻ്റെ അകത്തേക്ക് പോകണം. ആക്ച്വലി വെള്ളം മുഴുവൻ മലിനമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ രാമതീർത്ഥം ഞങ്ങൾ വന്നു. ഇനി പോവാണ് സീതാതീർത്ഥം. അതും അടുത്ത് തന്നെയാണ്, എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പം ഞങ്ങളിപ്പോൾ പോവാണ് പഞ്ചമുഖി ഹനുമാൻ ടെമ്പിൾ. അപ്പോൾ ഇതാണ് പഞ്ചമുഖി ഹനുമാൻ ടെമ്പിൾ. അപ്പോൾ ലങ്കയിലേക്ക് പോകാൻ നേരത്ത് ഹനുമാൻ എന്താ സ്വയം ഹനുമാന്റെ ശക്തി മനസ്സിലാക്കിയില്ലേ, ആ സമയത്ത് ഹനുമാന്റെ രൂപം ഇതുപോലെയായിരുന്നു. यहाँ पे राम सेतु में जो पत्थर यूज हुआ था ना, उसका बड़ा वाला पत्थर, इससे पहले हम लोगों ने जो विभीषण वाले टेम्पल में देखा था वो थोड़ा छोटा पत्थर था. यहाँ पे बड़ा वाला पत्थर है जो पानी में फ्लोट करके रखा हुआ है. ഞങ്ങളപ്പോൾ രാമതീർത്ഥം കണ്ടു. അത് കഴിഞ്ഞ് നടരാജ ടെമ്പിളിൽ പോയി. അത് കഴിഞ്ഞ് പഞ്ചമുഖി ഹനുമാൻ ടെമ്പിളിൽ പോയി. ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ലക്ഷ്മൺ തീർത്ഥം. സീതാ തീർത്ഥം എവിടെയാന്ന് കുറച്ച് കൺഫ്യൂഷനാണ് ഗൈസ്. അപ്പോൾ മാപ്പിലൊക്കെ ഇട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ഞങ്ങൾ. നോക്കട്ടെ എന്താവുന്നത്. അപ്പോൾ സീതാ തീർത്ഥം അവിടെയാണ് ഗൈസ്. അവിടെ ആക്ച്വലി പോകാൻ പറ്റുന്നില്ല, കാരണം അവിടെ നിന്ന് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അത് ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അവിടെയായിരുന്നു സീതാ തീർത്ഥം. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്, ചെറിയ കടയാണ്. ആ കട നോക്കി പോവുകയാണ്.
ഗണേഷ് മെസ് എന്നാണ് സ്ഥലത്തിന്റെ പേര്, സോറി കടയുടെ പേര്. അപ്പൊ ഞങ്ങൾ നോക്കി പോവാണ്. പഴയ ബിൽഡിംഗ് ആണ് ഗൈസ്. അതിന്റെ താഴെ ഇതുപോലെ റെസ്റ്റോറന്റ് ആയി. ഇപ്പൊ വെസ്റ്റ് ഗേറ്റിന് അടുത്തായിട്ടാണ്. റെസ്റ്റോറന്റ് പേരാണ് ഗണേഷ് മെസ്. ഒത്തിരി ഫേമസ് ആണ് ഇവിടെ. അപ്പൊ ഇതൊരു തമിഴ് സ്റ്റൈലിലാണ് ഗൈസ് റെസ്റ്റോറന്റ്. അപ്പൊ നമുക്ക് ഇലയുണ്ട്, ഇലയിൽ ഈ സബ്ജി എല്ലാം വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? How was the food pa? Yeah, it was good, nice food. अगर आप लोग को तमिल मील्स खाना है तो वो गणेश मेस में आप लोग जा सकते हैं, जो वेस्ट गेट के जस्ट पास पे ही है. ഇതാണ് രാമേശ്വരം ടെമ്പിളിന്റെ സൗത്ത് ഗേറ്റ്. അപ്പൊ അതാണ് ഗൈസ് ടെമ്പിളിന്റെ മെയിൻ എൻട്രൻസ്. അപ്പൊ ഇവിടെ തന്നെ ക്ലോക്ക് റൂമും ഉണ്ട്, ചെപ്പൽ സ്റ്റാൻഡും ഉണ്ട്. ആ മെയിൻ എൻട്രൻസ് ആക്ച്വലി ഈസ്റ്റ് എൻട്രൻസ് ആണ്. कहीं से भी आइए, आपको इस ईस्ट एंट्रेंस में ही अंदर जाना है और किसी दूसरे एंट्रेंस से निकल सकते हैं. അപ്പൊ ഈ ടെമ്പിളിന് പുറകിലായിട്ടാണ് അഗ്നിതീർത്ഥം. അവിടെ കടലാണ്. ആ കടലിന്റെ നടുക്കോട്ട് പോകണം. അപ്പോൾ ഇതൊരു കാളി ടെമ്പിൾ ആണ്. ഈ ടെമ്പിളിന്റെ ഹിസ്റ്ററി പറഞ്ഞുതരാം. ദിസ് ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഷോർസ് ഓഫ് അഗ്നിതീർത്ഥം. ഇറ്റ് ഈസ് ബിലീവ്ഡ് ബൈ ദ രാമേശ്വരം പീപ്പിൾ ദാറ്റ് ഉജ്ജയിനി മഹാകാളി ഈസ് വൺ ഓഫ് ദ 8 പ്രൊട്ടക്ടിംഗ് ദുർഗാസ് ഓഫ് രാമേശ്വരം ഐലൻഡ്. ലാസ്റ്റ് ഡേ ഓഫ് ദ നവരാത്രി ഫെസ്റ്റിവൽ ഫയർ വാക്കിംഗ് festival is conducted which is considered to be very famous. लास्ट डे ऑफ फेस्टिवल हम लोग वहाँ मदुरई में थे. അപ്പോൾ ഈ അഗ്നി തീർത്ഥത്തിന്റെ അടുത്തായിട്ട് ഒത്തിരി പശുക്കളെ കാണാം. ആ പശുക്കൾ ഫീഡ് ചെയ്യാനായിട്ട് എന്താ പറയുക, നമ്മളെ പുല്ല് വയ്ക്കോല് അതൊക്കെ വച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പശുവിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു വഴിപാട് പോലെയാണ്. आराम से ഇവിടെ നിന്നൊരു ബോട്ട് സർവീസും ഉണ്ട്. ഓക്കെ, ഈ ബോട്ട് നിങ്ങളെ കുറച്ച് കടലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ 100 rupees ആണെന്ന്. നിങ്ങൾ വരികയാണെങ്കിൽ അതും നോക്കാം, അതും ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഹിസ്റ്ററി പറയണ്ടേ, അഞ്ജലി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. എന്താ പറയുക, ഹിന്ദിയിൽ. ആ സമയത്ത് റാം ഇവിടെ വന്നപ്പോൾ ഹിന്ദി ആയിരുന്നല്ലോ, അപ്പോൾ ഹിന്ദിയിലാവുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അഞ്ജലി പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. तो हम लोग जहाँ खड़े हैं वो उसको अग्नि तीर्थम बोलते हैं. ये यहाँ का पहला तीर्थ है रामेश्वरम का. तो जब भी आप यहाँ आते हैं तो पहले आपको अग्नि तीर्थ में स्नान करना है, उसके बाद आपको टेम्पल में जाना है, ऐसा मान्यता है. लेकिन आज पर हमारा कन्वीनियंस हम लोग कर सकते हैं. तो यहाँ के बारे में, अग्नि तीर्थ के बारे में 2 स्टोरी है एक्चुअली. एक है कि जब सीता माता का अग्नि परीक्षा हुआ था, उस समय अग्नि देवता अपने आप को भी एक पाप का भागी माने और वो पाप धोने के लिए वो यहाँ आकर के डुबकी लगाए थे. तो इसलिए ये जगह का नाम अग्नि तीर्थ पड़ा. यही सेम जगह पे राम भगवान भी जब रावण से युद्ध जीतने के बाद उनके सर पे भी ये ब्राह्मण हत्या का दोष लग गया ना, क्योंकि रावण भी ब्राह्मण थे. सो वो ब्राह्मण हत्या का दोष हटाने के लिए वो यहाँ पे स्नान करके गए थे. तो इसलिए ये जगह को बहुत ही ऑस्पिशियस माना जाता है. यहाँ पे बहुत लोग ये भी मानते हैं कि नहाने के बाद जो भी कपड़ा पहन करके आप यहाँ पे नहाए हैं, मतलब डुबकी लगाए हैं, वो कपड़ा भी आप यहीं पे छोड़ के जाइएगा. इसलिए यहाँ साइड में बहुत सारा कपड़ा फेंका हुआ दिख रहा होगा. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ കുറച്ച് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് ഗൈസ്. എന്താ പറയുക, കാണുന്നിടത്തെല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന്, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന്. ബട്ട് എന്താ പറയുക, ഞാൻ ഇപ്പോൾ പോയ സ്ഥലങ്ങളിലല്ല, അല്ലാതെ തന്നെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. ആളിപ്പോൾ ഉണ്ടാക്കിയതുപോലെ തോന്നും. എന്നിട്ട് അവർ പറയുക, അവർ പൂജാരികളുണ്ടാവും. പൂജയിൽ സ്പെഷ്യൽ പൂജയ്ക്കായിട്ട് വിളിച്ചു വരുത്തും.
പിന്നെന്താ ചന്ദനിട്ട് വരും, 10 രൂപ ചോദിക്കും, ലിറ്ററലി ചോദിക്കും. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഞങ്ങൾ ആക്ച്വലി രാമേശ്വരം എൻട്രി ചെയ്തപ്പോൾ ഇല്ലേ 100 രൂപ എന്താ പറയുക ഒരു മുനിസിപ്പാലിറ്റി ഫീ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. ആക്ച്വലി ടെമ്പിളിൻ്റെ ചുറ്റും നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു. ഒട്ടും എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള കൈസ് വെച്ചിരിക്കുന്നത് മൊത്തം വൃത്തികേടാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നോക്കിയാണെന്നില്ലെങ്കിൽ എന്താ പറയുക എല്ലാം കാലിനടിയിലാവും. ഇവിടെ ഇല്ലേ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കൂടുതലാണ് ഗൈസ്. ഒട്ടുമിക്ക പൂജാരികളും എന്താ പറയുക നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. അതുമല്ല നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ താമസിക്കുന്ന ലോഡ്ജസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഒത്തിരി ഗുജറാത്തി, രാജസ്ഥാനി അതുപോലെ ഒത്തിരി ലോഡ്ജസ് ഞാൻ കണ്ടു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോവാണ് വെലുണ്ടി തീർത്ഥം. ഇതൊരു ഇമ്പോർട്ടന്റ് തീർത്ഥമാണ്. അപ്പൊ ഇത് എന്താ പറയാ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ്. കാറെടുത്ത് ഞങ്ങൾ ഇതാ പോവാണ് വെല്ലുണ്ടി തീർത്ഥം. हमारे होटल से ऑलमोस्ट 7 किलोमीटर है. ഇവിടെ തന്നെ വെല്ലുണ്ടി തീർത്ഥത്തിന്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് വെല്ലുണ്ടി തീർത്ഥം. ലോർഡ് രാമ മേഡ് ദിസ് തീർത്ഥം ടു ക്വെഞ്ച് ദ തേഴ്സ്റ്റ് ഓഫ് സീത ബൈ ഡിപ്പിംഗ് ദ ബോ into the sea water. Hence this തീർത്ഥം is called as വെല്ലുണ്ടി തീർത്ഥം. അപ്പൊ ഇതാണ് വെല്ലുണ്ടി തീർത്ഥം. साइड हो जा, अभी ले लीजिए फोटो. You can take photo. No. Salty है. പിന്നെ സീതമ്മ ശ്രീലങ്കയിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താ സീതമ്മയ്ക്ക് വെള്ളം തയ്ച്ചു. അപ്പോൾ രാമൻ്റെ ഒരു അമ്പെടുത്ത് എന്താ സമുദ്രത്തിൽ കുത്തി അതിൽ നിന്ന് വന്ന ശുദ്ധവെള്ളമാണ് ഈ കിണറായിട്ട് കാണുന്നത്. അതിൻ്റെ പേരാണ് വെല്ലുണ്ടി തീർത്ഥം. തീർത്ഥം പകുതി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രാമേശ്വരം മൊത്തം കറങ്ങി തിരിച്ച് ഹോട്ടലെത്തിയപ്പോൾ ഗൈസ്. അപ്പോൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് ടീം സ്നാക്സിനുമായിട്ട്. അത് കഴിഞ്ഞ് റൂമിൽ പോകണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അതാണ് പരിപാടി. അപ്പോൾ ഞങ്ങളുടെ സ്നാക്സ് വന്നു ഗൈസ്. ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു, പിന്നെ 2 ചായയും. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ടീം സ്നാക്സിന് ശേഷം റൂമിലെത്തി കുറച്ച് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ വേറെ ഒരു വിശേഷവും ഇല്ല ഗൈസ്. ഈ വീഡിയോ നല്ല ലെങ്തി ആയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അതുമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വീഡിയോ മറക്കാതെ കാണുക. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വിഷ്വൽസും ഇൻഫർമേഷൻസും നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിൽ കിട്ടും. അപ്പോൾ എല്ലാവരും മറക്കാതെ നാളത്തെ വീഡിയോ കാണുക. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.